നമസ്കാരം. ബോർഡർ ഗവാസ്കർ ട്രോഫി മൂന്നാം ടെസ്റ്റ് ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഒരുപോലെ നിർണായകമാണ്. 1-1 എന്ന നിലയിൽ തുല്യതയിൽ ഇരു ടീമുകളും നിൽക്കുന്ന ടൂർണമെന്റിൽ ഇനിയൊരു ജയം വരുമ്പോൾ അവിടെ കാര്യങ്ങൾ മാറിമറിയും. ഇന്ത്യയെ സംബന്ധിച്ച ഇനിയൊരു തോൽവി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ പ്രവേശനത്തിൽ വലിയ വിലങ്ങുതടിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്ന നിർണായക മത്സരം ഇപ്പോൾ മഴയിൽ കുതിർന്നിരിക്കുകയാണ്. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ആദ്യം പന്തെറിയാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനു മുൻപ് ഗാബയിൽ ഇന്ത്യ ജയിച്ചത് റൺസ് പിന്തുടർന്നായിരുന്നു. ഇക്കാരണത്താൽ തന്നെ ഇത്തവണ ടോസ് നേടിയപ്പോൾ ആദ്യം പന്തെറിയാൻ തന്നെയാണ് രോഹിത് ശർമ്മ തീരുമാനിച്ചത്. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ 13.2 ഓവറിൽ വിക്കറ്റ് പോകാതെ 28 റൺസിൽ നിൽക്കവെയാണ് വില്ലനായി മഴയെത്തിയത്. ഇതോടെ മത്സരം തടസ്സപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായി. 4 ദിവസം ശേഷിക്കെ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗാബയിലെ സാഹചര്യത്തിൽ ടീം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി പൊരുതാതെ ഇന്ത്യക്ക് ജയിക്കാനാകില്ല. കേവലം ഒരു സമനില പോലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വിലങ്ങുതടിയാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ജയിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കും ഇന്ത്യക്കുള്ളത്. ഗാവ ഓസ്ട്രേലിയയുടെ കുത്തക മൈതാനങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇതിനിടയിൽ ഇന്ത്യ ആദ്യം പന്തെറിയാൻ തീരുമാനിച്ചത് വളരെ മോശം തീരുമാനമാണെന്നും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കാട്ടിയത് ആന മണ്ടത്തരമാണെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മുൻ ഓസീസ് ഓപ്പണറായ മാത്യു ഹെയ്ഡൻ. രോഹിത്തിന്റെ തീരുമാനം ഞെട്ടിച്ചു കളഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ടോസ് നേടിയിട്ടും ആദ്യം ബാറ്റ് ചെയ്യാതിരുന്ന രോഹിത് ശർമ്മയുടെ തീരുമാനം അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത്. സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത്. കാലാവസ്ഥ രോഹിത്തിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി ശക്തമായ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥ വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട്. മഴ കാലാവസ്ഥയായതിനാൽ തന്നെ മത്സരം നടക്കുമ്പോൾ ബാറ്റർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. ആദ്യത്തെ 2 ദിവസവും ബാറ്റിങ്ങിന് വലിയ അനുകൂലമായിരിക്കും പിച്ചിന്റെ സ്വഭാവം. ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും ഹൈഡൻ പറഞ്ഞു. ഓസ്ട്രേലിയക്ക് ഭേദപ്പെട്ട തുടക്കമാണ് ലഭിച്ചിരിക്കുന്നതും മഴ തുടർന്നാൽ ആദ്യ 2 ദിവസം ബാറ്റർമാർക്ക് അനുകൂലം തന്നെയായിരിക്കും കാര്യങ്ങൾ. ടോസ് നേടിയിട്ടും ഇന്ത്യ ആദ്യം പന്തെറിയാൻ തീരുമാനിച്ചതിന് കാരണം ബാറ്റിംഗ് നിരയെ വിശ്വാസം അർപ്പിക്കുന്നതിനാലാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, KL രാഹുൽ, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത് എന്നിവരെല്ലാം തന്നെ മികച്ച താരങ്ങളാണ്. ഗംഭീര പ്രകടനങ്ങൾ നടത്തി ഇന്ത്യയെ ജയിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരുമാണ്. ഋഷഭും ഗില്ലും നേരത്തെ ഗാബയിൽ മികച്ച പ്രകടനം നടത്തി കയ്യടി നേടിയ താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇവർ മികവ് കാട്ടുകയും ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നാണ് നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ കണക്കുകൂട്ടലെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഋഷഭ് ആദ്യ 2 മത്സരത്തിലും പ്രതീക്ഷിച്ച പ്രകടനമല്ല നടത്തിയത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രാഹുലും സ്ഥിരതയോടെ കളിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ ബൗളിംഗ് കരുത്തുള്ള ഓസീസിനെ പിന്തുടർന്ന് ജയിക്കാൻ ഇന്ത്യക്കാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആവേശകരമായ ഗാബ ടെസ്റ്റിന്റെ ആദ്യ ദിനം മഴ കളിച്ചിരിക്കുകയാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയ 13.2 ഓവറിൽ നിൽക്കെയായിരുന്നു മഴ വില്ലനായി എത്തിയത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ഇന്ത്യയെ സംബന്ധിച്ച ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഫൈനലിൽ എത്തണമെങ്കിൽ തോൽവിയിൽ കാര്യമില്ല, ജയിച്ചേ മതിയാകും.